1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഗോത്രവർഗ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് നങ്കമോടയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി.കെ. സൈനബ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശീയ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കായി നിലമ്പൂർ റോസിക്കോ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് അത് ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി ഒരു കുടുംബത്തിൽ നിന്നൊരു സ്ത്രീയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ആരംഭിച്ചത് എങ്കിലും ഇന്നിപ്പോൾ അത്തരം യാതൊരു വിധത്തിലുള്ള നിബന്ധനകളുമില്ലാതെ പുതിയ തലമുറയെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് കൂടുതൽ വിപുലമായ രൂപത്തിലേക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് ഈ വരുന്ന ഒരു വർഷം കൊണ്ട് 10 ലക്ഷം പേർക്ക് ആ മേഖലയിലൂടെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ആ സംവിധാനത്തെ കൂടുതൽ വിപുലമായി മുന്നോട്ട് പോകാൻ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്നിപ്പോൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം, എല്ലാ കാലഘട്ടങ്ങളിലും ബാഹ്യലോകവുമായി അധികം ബന്ധപ്പെടാതെ അവരുടെ നഗരങ്ങളിലെ സംസ്കാരങ്ങളും അവരുടെ ജീവിത രീതികളുമായി പൊതുസമൂഹത്തിൽ അത്രത്തോളം ഇടപഴകി മുന്നോട്ട് വരാതിരുന്ന വിഭാഗങ്ങളാണ്. കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി.കെ. സൈനബയ്ക്ക് നങ്കമേടയിലൂടെ ഗോത്രവർഗ വിഭാഗത്തിലെ നിരവധി കലാപ്രതിഭകളെ കൈപ്പിടിച്ചുയർത്താൻ കഴിഞ്ഞു. തനത് കലാരൂപങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നവരാണ് ഈ കലാപ്രതിഭകളെന്നും അവർ പറഞ്ഞു. നമ്മുടെ കലാരംഗത്തെ മത്സരങ്ങൾ പണമുള്ളവരുടെ കൈകളിലേക്ക് മാറുന്ന അവസ്ഥയാണുള്ളത്. കുട്ടികളാണ് മത്സരിക്കുന്നതെങ്കിലും അത് മാതാപിതാക്കളുടെ മത്സരമായി മാറുന്ന അവസ്ഥയിലാണെന്നും പി.കെ. സൈനബ പറഞ്ഞു. ഗോത്രവിഭാഗങ്ങളുടെ ഭക്ഷ്യമേളയിലെ വിഭവങ്ങൾ നമ്മളെ രോഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണ രീതിയാണ്. ഗോത്രഭക്ഷ്യമേളയിൽ താൻ കഴിച്ചുവന്ന സുന്ദരി ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും സ്വാദുള്ള ബിരിയാണി എന്നും അവർ കൂട്ടിച്ചേർത്തു. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു. 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ആദ്യ ദിനം തദ്ദേശീയ ജനതയുടെ വികസനവും കുടുംബശ്രീ ഇടപെടലുകളും എന്ന വിഷയത്തിൽ അനുഭവ സമാഹരണ ശില്പശാലയും അയൽക്കൂട്ടാംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശേഷം കനസ് ജാഗ സംസ്ഥാനതല ട്രൈബൽ ഫിലിം ഫെസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ ഹ്രസ്വചിത്രങ്ങളും വേദിയിൽ പ്രദർശിപ്പിച്ചു. ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന മേളയിൽ തദ്ദേശീയ മേഖലയിലെ കരകൗശല ഉൽപ്പന്നങ്ങളുടെയും വാദ്യോപകരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ദിവസേന നടക്കും. മായം കലരാത്ത കാട്ടുതേൻ, കുന്തിരിക്കം, ചക്ക, എള്ള്, ഈന്ത് തുടങ്ങിയ ഉൽപ്പന്ന വിപണന സ്റ്റാളുകളും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. തദ്ദേശീയ മേഖലയിലെ മികച്ച കർഷകരുള്ള അവാർഡ് ജേതാവ് പനമ്പറ്റ നഗറിലെ കുട്ടനെ ചടങ്ങിൽ ആദരിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി. ശ്രീനിവാസൻ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം എം.ആർ. സുബ്രഹ്മണ്യൻ, ITDP പ്രൊജക്ട് ഓഫീസർ സി. ഇസ്മായിൽ, കേരള മഹിളാ സമാഖ്യ സൊസൈറ്റി ജില്ലാ കോർഡിനേറ്റർ എം. റജീന, JSS ഡയറക്ടർ ഉമ്മർ കോയ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ്, P.K. ശ്യാംജേത്, CDS ചെയർപേഴ്സൺ, കുടുംബശ്രീ ആനിമേറ്റർ K.C. ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.